Assalamualaikum dear friends, welcome back to Shamys World. ഇന്നും ഞാൻ പതിവ് പോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ചെറുപയർ കൊണ്ടുള്ള ആവിയിൽ വേവിച്ചെടുത്ത ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് കുതിർത്ത് ഒരു 5-6 മണിക്കൂർ കുതിർത്തെടുത്ത് മാറ്റി വെച്ച പയറാണ്, വെള്ളമെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ച ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് ഒരു 5-6 മണിക്കൂർ കുതിർത്തതിന് ശേഷം എടുക്കുക. അപ്പോൾ അരക്കപ്പ് കിട്ടും ഏകദേശം. ആദ്യം നമുക്ക് ചെറുപയറൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഞാനിവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിവിടെ അരക്കപ്പ് കുതിർത്ത് മാറ്റി വെച്ച പയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഈ പയറൊന്ന് വെന്ത് വരണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുത്താൽ മതി. 2 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമുക്ക് ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പയറിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കണം. ഒരു തടിത്തവി ഉണ്ടോ ഒരു മാഷറുണ്ടോ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് ഉടച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയെല്ലാം ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ കറുത്ത ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഇത് 1 കപ്പ് ഞാൻ പൊടിച്ച് എടുത്തിട്ടുള്ളതാണ്. പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ 1 കപ്പ് ചേർത്ത് കൊടുത്തു. രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടിട്ടാണ് ഇത് ഉരുക്കിയെടുക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് പായായി വറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ ഈ ശർക്കര അലിഞ്ഞു കിട്ടും. ഇതിനു മുമ്പ് ഞാൻ ചെറുപയർ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാം ഹെൽത്തിയായ റെസിപ്പീസാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അരിച്ചൊഴിക്കാം. ഇത് കല്ല് മണ്ണ് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചൊഴിക്കണം. നല്ല ശർക്കരയാണെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിപ്പോൾ അരിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വേറൊരു കടായി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കര ഇതിലോട്ട് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇത് നമുക്ക് കളയാം. അപ്പോൾ നമ്മുടെ ശർക്കര വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരയിൽ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ശർക്കരയ്ക്ക് ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉടച്ച് മാറ്റി വെച്ച ചെറുപയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഏലക്കയുടെയും ശർക്കരയിലൊക്കെ നല്ലൊരു അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് നമ്മുടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇടിയപ്പം അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് എടുക്കാനുള്ളത്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരിക്കലും പുട്ടുപൊടി എടുക്കാൻ പാടില്ല. ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ, അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല, അടിക്ക് പിടിക്കും. ഇതെല്ലാം കൂടിയിട്ട് പാനിൽ നിന്ന് ഈ മാവൊന്ന് വിട്ട് വരണം. നമുക്ക് അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മാവ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് താമസമൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മാവിട്ട പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി വരികയും ചെയ്യും. ജസ്റ്റ് ഇതൊക്കെ പാനിൽ നിന്ന് വിട്ടൊരു ബോൾ പോലെ വരണം നമുക്ക്. അപ്പോൾ മധുരമൊക്കെ എനിക്ക് കറക്റ്റാണ്. ഇനി അധികം മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1 കപ്പ് ശർക്കരയാണ്, നല്ല മധുരമാണ്. അപ്പോൾ കണ്ടോ ഇതുപോലെ ബോൾ പോലെ ആയി വരുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ്. വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ ഉരുണ്ട് വരുന്നത്. മാവ് ഇതുപോലെ മിക്സായി കിട്ടിയാൽ നമുക്ക് ഉടൻ തന്നെ ഈ പാനിൽ വെച്ചിരിക്കാൻ പാടില്ല. ഉടൻ തന്നെ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. പാനിൽ നിന്ന് കണ്ടോ വിട്ട് വരുന്നത് കണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ പരുവം. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് മാറ്റുകയാണ്. ഇതൊന്ന്
ജസ്റ്റ് ഒന്ന് കയ്യിൽ നമ്മൾ പിടിക്കാവുന്ന ചൂട് ഉണ്ടല്ലോ അതുവരെ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ പലഹാരം വേവിച്ചെടുക്കുന്നത് ഈ വാഴയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാഴയില ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മാവ് തണുത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് കയ്യിൽ പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ. ഇനി നല്ലോണം നമുക്കിത് മിക്സ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഈ മാവ് ചെറിയ ചൂടേ ഉള്ളൂ, കുഴപ്പമില്ല. ഇനി ഈ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം നമുക്ക്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പം നമ്മുടെ മാവ് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലോ ഇനി നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി എടുക്കാം. കുറച്ച് മാവ് എടുക്കുക. ഒരു വലിയ നാരങ്ങ വലിപ്പം ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയും മാവെടുത്ത് നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി നമുക്കെല്ലാ മാവും ഇതുപോലെ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ മാവും ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഉരുളകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ ഇതിൽ നിന്നും 12 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇലയിൽ വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം ഞാൻ ഇവിടെ ഒരു വാഴയില എടുത്തു. അപ്പോൾ ഒരു ഉരുള എടുക്കുക, ജസ്റ്റ് ഒന്ന് അമർത്തി ഇതുപോലെ അമർത്തി നല്ലോണം പരത്തിയെടുക്കാം. ഈ സൈഡൊക്കെ ഒന്ന് വിരൽ വെച്ച് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വിള്ളൽ പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗി തോന്നില്ല. ഒരുപാട് അങ്ങനെ ഐസാൻ പാടില്ല, ചെറിയൊരു കനം വേണം. പരത്തിയെടുത്തു. ഇനി നമുക്ക് വിരൽ കൊണ്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഉണ്ടോ, അടിപൊളിയല്ലേ? അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ബാക്കി എല്ലാ ഉരുളകളും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഇലയിൽ പരത്തി നടുക്ക് ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഇലയും ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക്. ഇതെല്ലാം ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ആവിയേറ്റ് എടുത്താൽ മതി. ഓൾറെഡി ഇത് വെന്ത മാവാണ്. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ വേവിച്ച് എടുത്തതാണല്ലോ. ഇനി ഒന്ന് ആവിയേറ്റ് എടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാം വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. വാഴയില ഉള്ളത് കൊണ്ട് നമുക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്ക് ആവിയേറ്റി എടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. വാഴയിലയും ശർക്കരയും ഏലക്കയുടെയൊക്കെ നല്ല അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പലഹാരം തണുത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ ഒട്ടൽ പോലെ കാണും. മാവ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒന്ന് വേകാത്തതുപോലെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് മാറ്റുക. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് മാറ്റാം. അപ്പം നമ്മുടെ പലഹാരങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റും കിട്ടുകയുള്ളൂ. അപ്പോൾ ചൂടോടുകൂടി നിങ്ങൾ കഴിക്കാൻ പാടില്ല, ഒരു ഒട്ടൽ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതെല്ലാം നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല നല്ല സോഫ്റ്റുമാണ്. കണ്ടല്ലോ, നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത ആവിയിൽ വേവിച്ച ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കർവൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്